സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗെയിംസിൽ ആദ്യ വിജയം തൃശ്ശൂരിന്. ആൺകുട്ടികളുടെ ബാസ്കറ്റ്ബോൾ മത്സരത്തിൽ കൊല്ലം ജില്ലയെ തോൽപ്പിച്ചു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ റാഫി കരീം ഈ കായികമേള നടക്കുന്ന സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. റാഫി, സെൻട്രൽ സ്റ്റേഡിയത്തിലാണോ മത്സരം നടക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് തൃശ്ശൂരാണ്. ഗെയിംസിൽ അണ്ടർ 19 ആൺകുട്ടികളുടെ മത്സരത്തിലെ പ്രാഥമിക റൗണ്ടിലെ വിജയമാണ് തൃശ്ശൂർ സ്വന്തമാക്കിയത്. 7-നെതിരെ 47 പോയിന്റുകൾ നേടിയായിരുന്നു തൃശ്ശൂർ ജില്ലയുടെ വിജയം. കൊല്ലം ജില്ലയാണ് തകർത്തത്. ഒപ്പം തന്നെ ഇപ്പോൾ ആതിഥേയരായ തിരുവനന്തപുരം ജില്ല മത്സരിക്കുകയാണ്. പാലക്കാടാണ് ഈ മത്സരത്തിലെ എതിരാളികൾ. ശക്തമായ പോരാട്ടങ്ങൾ തന്നെ ഗെയിംസിൽ നടക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം ജില്ലയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. നിലവിലെ ഗെയിംസിലെ ചാമ്പ്യന്മാരാണ് തിരുവനന്തപുരം ജില്ല. 1935 പോയിന്റുകളാണ് കഴിഞ്ഞ വട്ടം നടന്ന ഗെയിംസിൽ നിന്ന് ഓവറോൾ ചാമ്പ്യന്മാരായിക്കൊണ്ട് തിരുവനന്തപുരം ജില്ല നേടിയത്. അവിടെ 2ാം സ്ഥാനക്കാരായിരുന്നു പാലക്കാട്. ശക്തമായ പോരാട്ടമാണ് പാലക്കാട് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ഗെയിംസിലെ 2ാം സ്ഥാനക്കാരാണ് തൃശ്ശൂർ ജില്ല. ഈ തവണ അത് 1ാം സ്ഥാനം തന്നെയാക്കും എന്നുള്ളൊരു വാശിയിലാണ് തൃശ്ശൂർ ജില്ല എത്തിയിരിക്കുന്നത്. ആ പോരാട്ടം അവരുടെ മത്സരങ്ങളിലും കാണാനുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇൻക്ലൂസീവ് വിഭാഗത്തിലെ മത്സരങ്ങളും പുരോഗമിക്കുകയാണ്. ഇന്ന് പ്രധാനമായും നടക്കുന്നത് ഇൻക്ലൂസീവ് വിഭാഗത്തിലെ മത്സരങ്ങളാണ്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം കേന്ദ്രീകരിച്ചാണ് ആ മത്സരങ്ങൾ നടക്കുന്നത്. ഇൻക്ലൂസീവ് വിഭാഗത്തിലെ ബോക്സ് ബോൾ, ഒപ്പം തന്നെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഒപ്പം അത്ലറ്റിക്സ് മത്സരങ്ങളും ഇന്ന് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളും ഇന്ന് വിവിധ ഇടങ്ങളിലായി നടക്കുന്നുണ്ട്. ഗെയിംസ് മത്സരങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. നാളെയാണ് ട്രാക്ക് ഉണരുക. നാളെയാണ് ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ, അത്ലറ്റിക്സ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. നാളെ മുതൽ അത്ലറ്റിക് മത്സരങ്ങളുടെ ഗ്ലാമർ ഇനങ്ങളിലെ ട്രയൽ റൗണ്ടുകൾ നടക്കും. 100 മീറ്ററും 400 മീറ്ററും ഒപ്പം തന്നെ 200 മീറ്റർ മത്സരങ്ങളെല്ലാം തന്നെ നാളെ ട്രയൽ റൗണ്ട് മത്സരങ്ങളുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിൽ ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ കൂടി ഉണരുന്നതോടെ ആവേശം അതിന്റെ കൊടുമുടിയിലേക്ക് എത്തും. ശക്തമായ പോരാട്ടം തിരുവനന്തപുരത്ത് നടക്കും സ്കൂളുകൾ തമ്മിൽ. എന്തായാലും 1ാം സ്ഥാനത്തിനായി തന്നെയുള്ള പോരാട്ടം ആദ്യ ദിനം മുതൽ, ആദ്യ റൗണ്ട് മുതലുള്ള മത്സരങ്ങളിൽ പ്രാഥമിക റൗണ്ടിലായാൽ പോലും ആ ആവേശം കാണാനുണ്ട് എന്നുള്ളതാണ്. റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.